വേൾഡ് കപ്പിന് മുന്നോടിയായുള്ള അവസാന ഫ്രണ്ട്ലി മത്സരത്തിൽ ഐസ്ലാൻഡിനെ തകർത്തെറിഞ്ഞ് വമ്പൻ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് നിലവിലെ ലോകകപ്പ് ജേതാക്കളായ അർജന്റീന. ജൂൺ 17-ാം തീയതി അൾജീരിയക്കെതിരെയാണ് വേൾഡ് കപ്പിലെ അർജന്റീനയുടെ ആദ്യ പോരാട്ടം. അതിന് മുന്നോടിയായി നടന്ന ഐസ്ലാൻഡിനെതിരെയുള്ള ഫ്രണ്ട്ലി മത്സരത്തിൽ അർജന്റീന ആരാധകർക്ക് ഇമ്പമേകുന്ന പ്രകടനമാണ് അർജന്റീൻ നാഷണൽ ടീം കാഴ്ചവെച്ചത്. യുവ സൂപ്പർ താരമായ വാലന്റൈൻ ബാർക്കോയും പിന്നെ സൂപ്പർ താരമായ ലിയണൽ മെസ്സിയും തിയാഗോ അൽമേഡയുമാണ് അർജന്റീനക്കായി ഗോളുകൾ നേടിയത്. കളിക്കളത്തിലേക്കെത്തി വെറും 1 മിനിറ്റിനകം തന്നെ ലിയോ ഗോൾ വല ചലിപ്പിച്ചു. മത്സരത്തിലേക്കെത്തിയ ലിയണൽ മെസ്സിയുടെ എഫക്റ്റ് വളരെ വലിയത് തന്നെയായിരുന്നു. പലാസിയോസ്, വാലന്റൈൻ ബാർക്കോ, ഗുലിയാനോ സിമിയോൺ, നിക്കോ പാസ് എന്നിവരെ മധ്യനിരയിൽ ഇറക്കിക്കൊണ്ടാണ് സ്കലോണി സ്റ്റാർട്ടിംഗ് ലൈനപ്പ് തയ്യാറാക്കിയത്. മിന്നും പ്രകടനമാണ് മധ്യനിരയിൽ ഈ താരങ്ങൾ കാഴ്ചവെച്ചതും. ഇന്നത്തെ അർജന്റീന മത്സരത്തിൽ ഓരോ താരങ്ങളുടെയും പ്രകടനം എങ്ങനെ? സഫാസ്കോറിന്റെ റേറ്റിംഗ് പരിശോധിക്കാം നമുക്ക്. ഗോൾ കീപ്പറായി കളിക്കാൻ ഇറങ്ങിയ ജെർണിമോ റോളിക്ക് 6.8 റേറ്റിംഗ് ആണുള്ളത്. റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കാൻ ഇറങ്ങിയ അഗുസ്റ്റിൻ ഗെയ്ക്ക് 7.2, നിക്കോളാസ് ഒട്ടാമെൻഡിക്ക് 7, ലിസാൻഡ്രോ മാർട്ടിനസിനും 7, ഫക്കുണ്ടോ മദീന 6.7. മധ്യനിരയിൽ കളിക്കാൻ ഇറങ്ങിയ ഗുലിയാനോ സിമിയോൺ 6.5. വിചാരിച്ച അത്ര മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയില്ല. ജിവാനി ലോ സെൽസോ 7, എക്സിക്കൽ വലാസിയോസ് 7, യുവ സൂപ്പർ താരം വാലന്റൈൻ ബാർക്കോ 7.8. മിന്നും പ്രകടനമാണ് യുവ സൂപ്പർ താരം നടത്തിയത്. ഇനി മുന്നേറ്റത്തിൽ കളിക്കാൻ ഇറങ്ങിയ നിക്കോ പാസ് 6.9, ജോസെ മാനുവൽ ലോപ്പസിന് 6.8. ഇനി പകരക്കാരായി കളത്തിലിറങ്ങിയവരുടെ റാങ്കിംഗ് നോക്കാം. രണ്ടാം പകുതിയിൽ കളിക്കാൻ ഇറങ്ങിയ ക്രിസ്റ്റ്യോ റൊമേറോക്ക് 6.7, എൻസോ ഫെർണാണ്ടസിന് 6.8, റോഡ്രിഗോ ഡിപ്പോൾ 7.7. മിന്നും പ്രകടനമാണ് റോഡ്രിഗോ ഡിപ്പോൾ മത്സരത്തിലുടനീളം കാഴ്ചവെച്ചത്. അലക്സിസ് മാക്കലിസ്റ്റർ 6.9, ലൗത്തറോ മാർട്ടിനസ് 7.3, തിയാഗോ അൽമേഡ 7.7. അൽമേഡ ഇന്നൊരു ഗോളും കണ്ടെത്തിയിരുന്നു. പിന്നെ നിക്കോ ഗോൺസലസ് 6.5, ഗോൺസലോ മോണ്ടിയേൽ 6.8. പിന്നെ കളിക്കാനിറങ്ങിയ ലിയണൽ മെസ്സി 7.7. മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത് അർജന്റീനയുടെ 21-കാരനായ വാലന്റൈൻ ബാർക്കോയെയാണ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം.